നിനക്കെന്താ സേതു, ഭ്രാന്തുണ്ടോ? ഒന്ന് കെട്ടിയ പെണ്ണാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇതിപ്പോൾ 5 വയസ്സുള്ള കൊച്ചുള്ള ഒരുത്തി. ഇതിനെയൊക്കെ ഈ വീട്ടിലേക്ക് കെട്ടിയെടുത്തുകൊണ്ട് വരാൻ നീ എന്താ ഇവിടെ പെണ്ണ് കിട്ടാതെ നിൽക്കുകയാണോ? തങ്കം പോലത്തെ എത്ര പെൺപിള്ളേരെ വേണം നിനക്ക്? ഞാൻ കൊണ്ടുതരാം. അതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. ഇതിപ്പോൾ 4 ആളോട് പറയാൻ പോലും പറ്റുമോ? ഛേ. തൻ്റെ ഇഷ്ടം പറയുമ്പോൾ അമ്മയുടെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ സംസാരിച്ച് കഴിയുന്നത് വരെയും അവൻ മൗനം പാലിച്ചു. അമ്മേ, 4 ആളെ കാണിക്കാനോ പറയാനോ ആണോ ഞാൻ വിവാഹം കഴിക്കേണ്ടത്? അമ്മ പറഞ്ഞല്ലോ തങ്കം പോലത്തെ എത്ര പെൺപിള്ളേരെ വേണമെങ്കിലും കണ്ടെത്തി തരാമെന്ന്. അങ്ങനെ കണ്ടെത്തി തരുന്നവരുടെ കൂടെ ഞാൻ സന്തോഷത്തോടെ കഴിയുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? ചിത്രയ്ക്ക് ആരുമില്ല. അനാഥാലയത്തിൽ വളർന്നവളാണ്. 20-ാം വയസ്സിൽ ഇതുവരെ ആരും നൽകിയിട്ടില്ലാത്ത സ്നേഹം നടിച്ച് ഒരുത്തൻ ജീവിതത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവളത് വിശ്വസിച്ചു. പക്ഷെ ആവശ്യം കഴിഞ്ഞ് കയ്യിലൊരു കുഞ്ഞിനെയും നൽകി അവൻ കടന്നു കഴിഞ്ഞപ്പോഴാണ് താൻ ചതിക്കപ്പെട്ടെന്ന് അവൾക്ക് മനസ്സിലായത്. കയ്യിലൊരു കൈക്കുഞ്ഞുമായി ജീവിതത്തെ നോക്കി പകച്ചു നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ അവസ്ഥ അമ്മയേക്കാൾ നന്നായി ആർക്കാണ് മനസ്സിലാകുക? അച്ഛൻ മരണപ്പെട്ടപ്പോഴും എന്നെയും ചേർത്ത് നിർത്തി അമ്മ അനുഭവിച്ചത് അതേ വേദനയല്ലേ? അമ്മയെപ്പോലെ തന്നെ അവളും കുഞ്ഞിനെ കൊന്നില്ല, തെരുവിലേക്ക് വലിച്ചെറിഞ്ഞില്ല, അനാഥാലയത്തിൽ കൊണ്ടുചെന്നാക്കിയില്ല. പകരം പൊന്നുപോലെ നോക്കി. എനിക്ക് ചിത്രയെ അത്രത്തോളം ഇഷ്ടമാണ്. അമ്മേ, അവൾക്കൊരു ജീവിതം കൊടുക്കാൻ കഴിയുമെങ്കിൽ അതല്ലേ അമ്മയുടെ മോൻ ഈ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം? അമ്മയുടെ മറുപടിക്കായി സേതു കാത്തുനിന്നെങ്കിലും അവർ മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് പോയി. അന്നേരം അവൻ ചുമരിൽ തൂക്കിയിട്ടിരുന്ന അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കി. കണ്ണുകൾ അടച്ചു നിന്നു. അച്ഛനോട് എന്തൊക്കെയോ പറയും പോലെ. അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. കാറ്റത്ത് മൂവാണ്ടന്മാവ് ആടി ഉലഞ്ഞു. കുറേ നേരം അവനത് നോക്കിയിരുന്നു. മഴ തോർന്നപ്പോൾ കാറ്റത്ത് വീണ മാങ്ങ മുണ്ടിൻ്റെ ഒരു തലപ്പിൽ തന്നെ പെറുക്കിക്കൂട്ടി. അമ്മേ, ഇതാ രാത്രിക്ക് ഇത്തിരി മാമ്പഴ പുളിശ്ശേരി വെക്ക്. അമ്മ മറുപടിയൊന്നും പറയാതെ ഇരുന്നപ്പോൾ മനസ്സിലായി അമ്മയുടെ പിണക്കം ഇനിയും മാറിയില്ല എന്ന്. എങ്കിലും തനിക്ക് ഏറെ ഇഷ്ടമുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരാതിരിക്കില്ല എന്ന് അവന് ഉറപ്പായിരുന്നു. സേതു, ഇനി ഞാനായിട്ട് നിന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനോടൊപ്പം അല്ലേ നീ ജീവിക്കേണ്ടത്? അതങ്ങനെ തന്നെ നടക്കട്ടെ. അധികം ആരോടും പറയണ്ട. ചെറിയൊരു ചടങ്ങായിട്ട് അതെത്രയും വേഗം നടത്തണം. രാത്രിയിൽ ഊണ് വിളമ്പുന്നതിനിടെയാണ് അവർ അത് പറഞ്ഞത്. അമ്മ ഇത്രയും വേഗം തൻ്റെ ഇഷ്ടത്തിന് സമ്മതം മൂളുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടവിഭവം കൂട്ടി ഊണ് കഴിക്കുന്നതിനേക്കാൾ സ്വാദ് അമ്മയുടെ വാക്കുകൾക്കായിരുന്നു. അമ്മ സമ്മതം മൂളിയെന്ന് എത്രയും വേഗം ചിത്രയോട് വിളിച്ചു പറയണം. അവൾക്കായിരുന്നു തന്നെക്കാൾ ഇക്കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ. പാത്രത്തിൽ വിളമ്പിയിരുന്ന ചോറുണ്ടിട്ടും കഴിയാത്തതുപോലെ. പക്ഷെ സേതു, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്തോ മനസ്സിൽ കരുതി കൂട്ടിയതുപോലെ അവർ ഉറച്ചു പറഞ്ഞു. എന്താ അമ്മേ? അവൻ ആകാംക്ഷയോട് ചോദിച്ചു. അമ്മയോടൊപ്പം കുഞ്ഞിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അവരത് പറഞ്ഞത്. അമ്മ എന്തൊക്കെയാണ് അമ്മേ പറയുന്നത്? അത് അവളുടെ ചോരയല്ലേ, അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? നിസ്സഹായമായ ചോദ്യം. അതെ, അത് അവളുടെ മാത്രം ചോരയാണ്, നിന്റെ അല്ല. ഈ മുറ്റത്ത് കളിച്ച് വളരേണ്ടത് നിന്റെ കുഞ്ഞുങ്ങളാണ്, അല്ലാതെ കണ്ടവൻ്റെ കുഞ്ഞുങ്ങളല്ല. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും നീ മാത്രമേ ഉള്ളൂ. നിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ ലാളിക്കാനും താലോലിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ വല്ല അനാഥാലയത്തിൽ കൊണ്ടു ചെന്നാക്കണം. ആരുമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ അവിടെയാണ് വളരുന്നത്. അവർ യാതൊരു ദയവും കൂടാതെ പറഞ്ഞു. അമ്മ ഒരു സ്ത്രീയല്ലേ? എങ്ങനെയാണ് ഇത്ര ക്രൂരമായി ചിന്തിക്കാൻ കഴിയുന്നത്? ആ കുഞ്ഞിൻ്റെ അമ്മ ജീവനോടെയുണ്ട്. ജന്മം നൽകിയില്ലെങ്കിലും അവൾക്ക് ഞാൻ അച്ഛൻ തന്നെയാണ്. ഞങ്ങളോടൊപ്പം തന്നെ അവൾ വളരും, ഞങ്ങളുടെ മകളായി. അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങനെയൊരു വിവാഹം ആയിരുന്നത് കൊണ്ട് തന്നെ വളരെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ക്ഷണമുണ്ടായിരുന്നുള്ളൂ. കുടുംബക്ഷേത്രത്തിലായിരുന്നു താലികെട്ട്. അമ്മയുടെ സാരിത്തലപ്പ് പിടിച്ച് ചേർന്ന് നടക്കുന്ന ആ കുഞ്ഞിനെ അവർ ഇടയ്ക്കിടെ ഒളിഞ്ഞിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആര് കണ്ടാലും ഓമനിക്കാൻ തോന്നുന്ന മുഖം. തൻ്റെ മനസ്സിൽ ഒരമ്മൂമ്മയുടെ വാത്സല്യം തികട്ടി വരുമ്പോഴൊക്കെയും അവർ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നിന്ന് നോട്ടം പറിച്ചെടുത്തു. അങ്ങനെ ആളും ആരവവും ഒഴിഞ്ഞ് ആ വീട്ടിൽ അവർ 4 പേരും തനിച്ചായി. അല്ല സേതു, ഈ കൊച്ചിനെയും നിങ്ങളുടെ കൂടെയാണോ കിടത്തുന്നത്? അതിനെ അപ്പുറത്തെങ്ങാനും മാറ്റിക്കിടത്ത്. തൻ്റെ അമ്മയോടൊപ്പം മുറിയിലേക്ക് പോകാനൊരുങ്ങിയ കുഞ്ഞിനെ അവർ തടഞ്ഞു. കൊച്ചുകുട്ടിയല്ലേ അമ്മേ, അവൾ ഇതുവരെ ചിത്രയെ മാറി നിന്നിട്ടില്ലല്ലോ. കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം കിടക്കട്ടെ. അവനത് പറയുമ്പോൾ അവർ തലയിൽ തല്ലി പിറുപിറുത്തുകൊണ്ട് പുറത്തുപോയി. അപ്പോഴും ചിത്ര സങ്കടത്തോടെ വാതിലിൻ്റെ മറവിൽ നിൽപ്പുണ്ടായിരുന്നു. ഹേയ്, താനിതൊന്നും കാര്യമാക്കണ്ട, എല്ലാം ശരിയാവും. അവരവളെ സമാധാനിപ്പിച്ചു.
അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അന്നൊരു ദിവസം കുഞ്ഞിനെ ശകാരിക്കുന്ന അമ്മയുടെ ശബ്ദം കേട്ടാണ് സേതുവും ചിത്രയും അങ്ങോട്ടേക്ക് ചെന്നത്. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? സേതു ഓടിച്ചെന്ന് കാര്യം തിരക്കി. നീ കേട്ടോടാ, ഈ പെണ്ണെന്നെ വിളിച്ചത് അച്ചമ്മ എന്ന്. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ആരാടാ അവളുടെ അച്ചമ്മ? അന്നേരം കുഞ്ഞ് പേടിച്ചു വിറച്ച് ചിത്രയുടെ മറവിൽ നിന്നു. അതിനെന്തിനാ അമ്മേ, അച്ചമ്മ എന്നല്ലാതെ പിന്നെ മോൾ എന്താ വിളിക്കേണ്ടത്? എന്നെ അച്ചമ്മ എന്ന് വിളിക്കേണ്ടത് നിന്റെ കുഞ്ഞുങ്ങളാണ്, അല്ലാതെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. കുഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ ചിത്ര അവളെയും കൊണ്ട് അപ്പുറത്തേക്ക് പോയി. ചിത്രയുടെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എന്ത് ചെയ്തിട്ടാമ്മേ ആ കുഞ്ഞിനോട് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്കിങ്ങനെ പെരുമാറാൻ കഴിയൂ സേതു. നിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞല്ലാതെ മറ്റാരും എന്നെ അച്ചമ്മ എന്ന് വിളിക്കണ്ട, പ്രത്യേകിച്ച് ഈ കുട്ടി. വർഷം 1 ആവാനായില്ലേ? ഇനി എന്നാണ് എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരുന്നത് സേതു? അതെങ്ങനെയാണ്? ആ ശ്രീകരം പിടിച്ചത് നിങ്ങൾക്കിടയിൽ നിന്ന് മാറിയിട്ട് വേണ്ടേ? അവൻ കുറച്ചു സമയം ഒന്നും മിണ്ടിയില്ല. അമ്മേ, മനഃപൂർവ്വമല്ല. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ. പക്ഷേ ദൈവം ആ ഭാഗ്യം എനിക്ക് തന്നില്ല. ഞങ്ങൾ ഡോക്ടറെ കണ്ടിരുന്നു. കുഴപ്പം എനിക്കാണ്. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സങ്കടത്തോടെ അവനത് പറഞ്ഞതും അവർ ഞെട്ടിത്തെറിച്ചു നിന്നു. ഈശ്വര, നീ എന്തൊക്കെയാ സേതു പറയുന്നത്? ഇതിനൊരു പ്രതിവിധിയില്ലെന്നാണോ? ഇന്നത്തെ കാലത്ത് ഇതിനുള്ള ചികിത്സയില്ലേ മോനെ? ഉണ്ടായിരുന്നെങ്കിൽ എന്തും വിറ്റുപെറുക്കിയായാലും ഞാനത് ചെയ്യുമായിരുന്നില്ലേ അമ്മേ? അത് കേട്ടതും അവർ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ദൈവമേ, എന്നാലും ഞങ്ങൾക്ക് ഈ ഗതി വരുത്തിയല്ലോ നീ. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞാൻ എത്ര നാളായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നു. അമ്മയെ നോക്കാതെ അവൻ പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ ചിത്ര അവിടെ അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തിനാ സേതുവേട്ട കള്ളം പറഞ്ഞത്, അമ്മയെ വേദനിപ്പിച്ചത്? ശ്രീകുട്ടിയെ അമ്മ അംഗീകരിച്ചട്ടെ, ഒരു കുഞ്ഞിനെ പറ്റി നമ്മൾ ചിന്തിക്കൂ എന്ന് തീരുമാനിച്ചതല്ലേ. ഇതുവരെ അമ്മയുടെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇത് അവസാനത്തെ പ്രയോഗമാണ്. നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. അന്ന് അവർ ആരോടും ഒന്നും മിണ്ടിയില്ല. എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. തികഞ്ഞ മൗനം പാലിച്ചു. പതിയെ പതിയെ ശ്രീകുട്ടിയെ അവർ സ്നേഹിച്ചു തുടങ്ങി. തനിക്കിനി ഒരു പേരക്കുട്ടിയെ ലാളിക്കാനുള്ള ഭാഗ്യമില്ലെന്ന തോന്നൽ കൊണ്ടാവാം അവളെ മടിയിലിരുത്താനും ലാളിക്കാനും ഭക്ഷണം വാരിക്കൊടുക്കാനും കഥകൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം തുടങ്ങി. അമ്മയുടെ ഈ മാറ്റം കണ്ട് സേതുവും ചിത്രയും വളരെയധികം സന്തോഷിച്ചു. ശ്രീകുട്ടിയുടെ 6ാം പിറന്നാളിന് അച്ചമ്മ നൽകിയ വെള്ളിക്കൊലിസിട്ട് അവൾ മുറ്റത്താകെ തുള്ളിച്ചാടി നടന്നു. അച്ചമ്മയുടെ ചൂടുപറ്റി കഥകൾ കേട്ടാലേ അവൾ ഇപ്പോൾ ഉറങ്ങൂ എന്നായി. അവൾ അവരവളെയും അത്രമാത്രം സ്നേഹിച്ചു തുടങ്ങി. അന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അച്ചമ്മ തന്നെയായിരുന്നു. മോൾക്കൊരു കുഞ്ഞുവാവ് വരാൻ പോകുക എന്ന് പറഞ്ഞ് അവർ അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ ആദ്യം സന്തോഷം തോന്നിയെങ്കിലും പിന്നീട് ആ കുഞ്ഞു മനസ്സ് വേദനിച്ചു. അന്നവൾ അച്ചമ്മയുടെ പുറകെ കുറുമ്പ് കാട്ടി നടക്കാതെ മുറിയിൽ തന്നെ ഇരുന്നു. എന്താ എൻ്റെ കുട്ടിക്ക് ഇന്നൊരു വിഷമം? ടീച്ചർ വഴക്കു പറഞ്ഞോ? അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴംപൊരി ഉണ്ടാക്കി അവർ അവളുടെ അടുത്തെത്തിയപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്താ മോളെ, ടീച്ചർ അടിച്ചോ എൻ്റെ കുട്ടിയെ? അവർ വേവലാതിപ്പെട്ടു. ഇല്ല. കുഞ്ഞുവാവ വന്നാൽ അച്ചമ്മയ്ക്ക് എന്നെ വേണ്ടാതാവോ? എന്നോട് അച്ചമ്മ എന്ന് വിളിക്കണ്ടെന്ന് പറയൂ? വാക്കുകൾ തേങ്ങലായപ്പോൾ അവരും അവളെ കെട്ടിപ്പിടിച്ച് വിതുമ്പി. അച്ചമ്മയോട് ക്ഷമിക്കും മോളെ. ആരൊക്കെ വന്നാലും നീയാണെൻ്റെ ആദ്യത്തെ പേരക്കുട്ടി. നീയാണെന്നെ ആദ്യ അച്ചമ്മ എന്ന് വിളിച്ചത്. എൻ്റെ കുട്ടി കഴിഞ്ഞേ ഉള്ളൂ അച്ചമ്മയ്ക്ക് ആരും. കണ്ണുനീർ ഒഴുകുമ്പോഴും അവർ അവളെ തുരുതുരാ മുത്തം വെച്ചു. അത് മറഞ്ഞു നിന്ന് നോക്കിയ ചിത്രയുടെ മിഴികളും നിറഞ്ഞൊഴുകി. മാസങ്ങൾക്കിപ്പുറം ശ്രീകുട്ടിക്ക് ഒരനിയൻ ജനിച്ചു. ആദ്യമായി കുഞ്ഞിനെ ഏറ്റുവാങ്ങി അച്ചമ്മ തൻ്റെ മടിയിൽ വെക്കുമ്പോൾ അവൾ ആ കുഞ്ഞിനെ തന്നെ നോക്കിയിരുന്നു. അനിയൻ കുട്ടനാണ് കേട്ടോ എൻ്റെ കുട്ടിക്ക്. അച്ചമ്മ അത് പറഞ്ഞ നേരം അവൾ ആ നെറുകയിൽ സ്നേഹപൂർവ്വം ചുംബിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.